തമിഴ് ചലച്ചിത്ര ലോകത്ത് ഇളയ ദളപതിയെന്നും ദളപതിയെന്നും ആരാധകർ വിളിക്കുന്ന വിജയ് എന്ന നടനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ വലിയ താരോദയത്തിന് പിന്നിൽ കരുത്തായി നിന്ന ഒരു സ്ത്രീരൂപമുണ്ട്. ഒരുപക്ഷെ ആ പിന്തുണയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ വിജയ് ഉണ്ടാകുമായിരുന്നില്ല. ഗായിക, എഴുത്തുകാരി, നിർമ്മാതാവ്, സംവിധായിക എന്നിങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിത്വം ശോഭാ ചന്ദ്രശേഖർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിജയുടെ അമ്മ എന്നതിലുപരി സ്വപ്രയത്നം കൊണ്ട് തമിഴ് സിനിമയിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഒരു ബഹുമുഖ പ്രതിഭയെക്കുറിച്ചാണ്. ശോഭാ ചന്ദ്രശേഖറിന്റെ കരിയർ ആരംഭിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. സിനിമയിലെത്തുന്നതിന് മുൻപ് അവർ ലളിത സംഗീത ട്രൂപ്പുകളിൽ സജീവമായിരുന്നു. തമിഴ്നാട്ടിലെ നിരവധി വേദികളിൽ തന്റെ മധുര ശബ്ദം കൊണ്ട് അവർ ആസ്വാദകരെ കയ്യിലെടുത്തു. ഈ സംഗീത പാരമ്പര്യമാണ് പിന്നീട് അവരെ വെള്ളിത്തിരിയുടെ പിന്നണിയിലേക്ക് എത്തിച്ചത്. തമിഴ് സിനിമയിലെ പ്രശസ്തമായ ഇരുമലർകൾ എന്ന ചിത്രത്തിലൂടെയാണ് അവർ പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. മഹാരാജ ഒരു മഹാറാണി എന്ന് തുടങ്ങുന്ന ആ ഗാനം ഇന്നും പഴയകാല സംഗീത പ്രേമികളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. പിന്നീട് 12-ലധികം സിനിമകളിൽ അവർ തന്റെ ശബ്ദം നൽകി. സംഗീതത്തോടുള്ള ഈ ആത്മബന്ധം 2003 വിജയ് ടിവിയിലൂടെ പുറത്തുവന്ന സമർപ്പണം എന്ന പരിപാടിയിലൂടെ ലോകം വീണ്ടും കണ്ടു. ക്ലാസിക്കൽ സംഗീതത്തിന് പ്രാധാന്യം നൽകിയ ഈ പ്രോഗ്രാം ശോഭയുടെ സംഗീത ജ്ഞാനത്തെ വിളിച്ചോതുന്നതായിരുന്നു. ഗായിക എന്നതിലുപരി സിനിമയുടെ തിരക്കഥാ ലോകത്തും ശോഭ തന്റെ സാന്നിധ്യം അറിയിച്ചു. പ്രശസ്ത സംവിധായകൻ എസ്.എ. ചന്ദ്രശേഖറുമായുള്ള വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആണിക്കല്ലായി ശോഭ മാറി. കേവലം ഒരു ഭാര്യ എന്ന നിലയിൽ ഒതുങ്ങിക്കൂടാതെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി കഥകൾ എഴുതാൻ അവർ സമയം കണ്ടെത്തി. ഏകദേശം 50-ലധികം സിനിമകൾക്ക് ശോഭ കഥകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കഥാകാരി എന്ന നിലയിൽ നിന്ന് പിന്നീട് അവർ ഒരു നിർമ്മാതാവിന്റെ റോളിലേക്ക് മാറി. ഏകദേശം 10 പ്രമുഖ സിനിമകളാണ് അവരുടെ മേൽനോട്ടത്തിൽ പുറത്തിറങ്ങിയത്. സിനിമയുടെ സാങ്കേതിക വശങ്ങളും ബിസിനസ്സും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ പ്രാപ്തി തമിഴ് സിനിമാ ലോകം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. ശോഭാ ചന്ദ്രശേഖർ എന്ന കലാകാരിയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അവർ ക്യാമറയ്ക്ക് പിന്നിൽ സംവിധായികയുടെ തൊപ്പി അണിഞ്ഞപ്പോഴാണ്. നൻപർഗൽ, ഇന്നിസൈ മഴേ എന്നീ 2 ചിത്രങ്ങൾ അവർ സംവിധാനം ചെയ്തു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. തന്റെ ഭർത്താവും പ്രശസ്ത സംവിധായകനുമായ എസ്.എ. ചന്ദ്രശേഖർ ഈ ചിത്രങ്ങളിൽ ശോഭയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് പ്രവർത്തിച്ചത്. തന്റെ ഭാര്യയുടെ കാഴ്ചപ്പാടുകൾക്ക് അദ്ദേഹം നൽകിയ പിന്തുണ അവിടെ വ്യക്തമാണ്. മറ്റൊരു രസകരമായ വസ്തുത, ഇന്ന് ലോകം അംഗീകരിക്കുന്ന ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കർ ആ സമയത്ത് എസ്.എ. ചന്ദ്രശേഖറിനെ സഹായിക്കാനായി കൂടെയുണ്ടായിരുന്നു എന്നതാണ്. ഒരു സംവിധായിക എന്ന നിലയിൽ ശോഭയുടെ സെറ്റുകളിൽ നിന്നാണ് ശങ്കറെ പോലുള്ള പ്രതിഭകൾ സിനിമാ നിർമ്മാണത്തിന്റെ ആദ്യ പാഠങ്ങൾ പലതും കണ്ടുപഠിച്ചത്. ഏതൊരു പ്രശസ്ത വ്യക്തിയെയും പോലെ ശോഭാ ചന്ദ്രശേഖരും വിമർശനങ്ങളിൽ നിന്ന് മുക്തയായിരുന്നില്ല. അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. എസ്തൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് മാനേജ്മെന്റ് ഒരിക്കൽ ശോഭയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു വ്യക്തി അഹങ്കാരിയാകുന്നത് എങ്ങനെയെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ശോഭയെന്ന് അവർ പരസ്യമായി പ്രസ്താവിച്ചു. ഇത്തരം വിവാദങ്ങൾ അവരുടെ ഇമേജിന് ചില സമയങ്ങളിൽ മങ്ങലേൽപ്പിച്ചെങ്കിലും കലാപരമായ അവരുടെ നേട്ടങ്ങളെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. മകൻ വിജയുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ശോഭ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിജയുടെ ആദ്യകാല സിനിമകളുടെ നിർമ്മാണത്തിലും കഥ തിരഞ്ഞെടുപ്പിലും ശോഭയുടെ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു. വിജയ് എന്ന മകനെ ഒരു നടനാക്കി മാറ്റുന്നതിനേക്കാൾ ഒരു വ്യക്തി എന്ന നിലയിൽ വളർത്തുന്നതിലാണ് താൻ ശ്രദ്ധിച്ചതെന്ന് അവർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി വിജയ് വളരുമ്പോൾ അതിൻ്റെ അടിത്തറ പാകിയവരിൽ ഒരാൾ ശോഭ തന്നെയാണ്. ഗായികയായും എഴുത്തുകാരിയായും സംവിധായികയായും നിർമ്മാതാവായും തിളങ്ങിയ ശോഭാ ചന്ദ്രശേഖർ തമിഴ് സിനിമാ ചരിത്രത്തിലെ അഭിവാജ്യമായ ഒരു കണ്ണി തന്നെയാണ്. കേവലം ഒരു സംവിധായകന്റെ ഭാര്യ എന്ന ലേബലിൽ ഒതുങ്ങാതെ കലയുടെ വിവിധ ശാഖകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. വിമർശനങ്ങളും വിവാദങ്ങളും ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ പുരുഷാധിപത്യമുള്ള ഒരു സിനിമാ ലോകത്ത് അവർ നടത്തിയ പോരാട്ടങ്ങൾ പ്രശംസനീയമാണ്.